എന്താണ് മുരളീധരൻ ജി? കെ മുരളീധരനാണ് ഉദ്ദേശിച്ചത് കേട്ടോ, പി മുരളീധരനെ അല്ല. ആ ജി വിളി കേൾക്കണ്ട. മുരളീധരൻ ജി, കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇന്ന് നാഥനില്ല കളരിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജി? ശാസ്ത്രബോധത്തിൻ്റെ അപ്പോസ്തലനായി സ്വയം ഞെളിയുന്ന മുഖ്യമന്ത്രി വി ഡി സതീശനും ഇരണം കെട്ടവർ ഭരിക്കുമ്പോഴാണ് നിപ്പ വരുന്നത് എന്ന് യാതൊരു എളുപ്പമില്ലാതെ വിളിച്ചു പറഞ്ഞ കെ മുരളീധരനും ചേർന്ന് നമ്മുടെ ആരോഗ്യ മേഖലയെ വല്ലാത്തൊരു ഗതികേടിലാക്കിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് താങ്കൾ പറഞ്ഞ ആ ഇരണം കെട്ടവർ തങ്ങൾ തന്നെയാണെന്ന് ഇപ്പോഴത്തെ ഭരണത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട് കേട്ടോ. രോഗപ്രതിരോധത്തിനുള്ള പ്രോട്ടോക്കോൾ എന്താണെന്ന് ചോദിച്ചാൽ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിൽ പിടിച്ചു വയ്ക്കണമെന്ന് പറയുന്ന നിലവാരത്തിലുള്ള ഒരു ആരോഗ്യമന്ത്രിയെ തലയിലേറ്റേണ്ടി വന്നതാണ് മലയാളിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുരന്തം. അധികാരത്തിൻ്റെ അഹങ്കാരവും വരേണ്യതയും മാത്രം കൈമുതലായുള്ള ഈ ഭരണാധികാരികൾക്ക് സാധാരണക്കാരൻ്റെ ജീവനേക്കാൾ വലുത് മറ്റെന്തൊക്കെയോ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭരണപരമായ കെടുകാര്യസ്ഥതകൾക്കും പിടിപ്പുകേടുകൾക്കും ഇടയിലാണ് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചറുടെ സംസാരം കേൾക്കാൻ കഴിഞ്ഞത്. തന്നെ നിപ്പ റാണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച രാഷ്ട്രീയ എതിരാളികളോട് പക പോക്കാനോ അവരെ പരിഹസിക്കാനോ അല്ല ആ അവസരം അവർ ഉപയോഗിച്ചത്. മറിച്ച് ജനങ്ങളെ ഭയപ്പെടുത്താതെ പ്രതിസന്ധിയെ എങ്ങനെ ജാഗ്രതയോടെ മറികടക്കാം എന്നതിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. ഞാനാണ് എല്ലാം ഒറ്റയ്ക്ക് ചെയ്തത് എന്ന സിനിമാറ്റിക് സരോജ് കുമാർ കോംപ്ലക്സ് ടീച്ചറുടെ വാക്കുകളിൽ എവിടെയുമില്ല. ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മികച്ച ടീമിനെ അവർ എങ്ങനെയാണ് ഒറ്റക്കെട്ടായി നയിച്ചതെന്ന് ആ വാക്കുകളിൽ വ്യക്തമാണ്. സ്വന്തം നേട്ടങ്ങളെക്കാൾ ഉപരിയായി ജനങ്ങളുടെ ആത്മവിശ്വാസത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകുന്ന ഈ രീതിയാണ് യഥാർത്ഥ സ്റ്റേറ്റ്സ്മാൻഷിപ്പ്. എന്തായാലും ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോളൂ. ലോകത്തിന് മുഴുവൻ മാതൃകയായ ഒരു പ്രതിരോധം തീർത്ത ആ മികച്ച ഭരണാധികാരിയെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കിയവർക്കും അതിന് റാൻ മൂളിയവർക്കും കാലം ഒരിക്കലും മാപ്പ് നൽകില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ കേവലം രാഷ്ട്രീയം കളിക്കാതെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ആ സമഗ്രതയാണ് ഇന്നത്തെ നേതാക്കൾ കണ്ടുപഠിക്കേണ്ടത്. കൃത്യമായ പ്രോട്ടോക്കോളുകൾ എങ്ങനെ രൂപപ്പെടുത്തിയെന്നും ശാസ്ത്രീയമായ പ്രതിരോധം എങ്ങനെ തീർത്തുവെന്നും അവർ വിശദീകരിക്കുമ്പോൾ അവരുടെ ആ പരിചയ സമ്പത്തും കരുതലും ഈ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ കെട്ടകാലത്ത് കേരളം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ശൈലജ ടീച്ചറുടെയും അവരുടെ ആ നേതൃപാടവത്തെയുമാണെന്ന് അവരുടെ ഈ പ്രതികരണം നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കോഴിക്കോട് ഒരു നിപ്പ കേസ് കൺഫേം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വല്ലാതെ ഭയപ്പെടേണ്ടതില്ല, പക്ഷെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് നിപ്പ വൈറസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2018 നമുക്ക് ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ട് നിപ്പ വൈറസ് ബാധയുണ്ടായിട്ടുള്ളത്. അന്ന് വലിയ ഭയമായിരുന്നു. കാരണം ഇതിനൊരു പ്രോട്ടോകോൾ ഇല്ല, കൃത്യമായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ല. മാത്രമല്ല അത് വന്ന് ആദ്യത്തെ ആളിൽ നിന്ന് അത് നിപ്പയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറെ പേർക്ക് പകർന്നിരുന്നു. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ടു. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആ പകർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളുടെ കോണ്ടാക്ട് ലിസ്റ്റ് ശേഖരിച്ചുകൊണ്ട് അവരെയെല്ലാം ഐസൊലേറ്റ് ചെയ്തു. ചെങ്ങരോത്ത് ഗ്രാമം, നിപ്പ വന്ന ഗ്രാമം നമ്മൾ പൂർണ്ണമായിട്ടും അടയ്ക്കുകയും അവിടെയുള്ള ആളുകൾക്ക് എല്ലാ ജീവിതത്തിന് ആവശ്യമായ സാധന സാമഗ്രികളും എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ചേർന്നുള്ള സ്തുത്യർഹമായ പ്രവർത്തനമാണെന്ന് കാഴ്ചവെച്ചത്. മാധ്യമങ്ങളും നല്ല രീതിയിൽ സഹായിച്ചു. മോശമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാർത്തകളൊന്നും വരാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു. നമ്മൾ അന്ന് നിപ്പ നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടോകോളും SOPയും അന്ന് രൂപീകരിക്കുകയുണ്ടായി. അത് ഉപയോഗിച്ചിട്ടാണ്. അന്ന് നമ്മുടെ മുന്നിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നില്ല. ലോകത്തിൽ എബോള വൈറസ് വന്നപ്പോൾ സ്വീകരിക്കുന്ന പ്രോട്ടോകോളിന്റെ സാധ്യത പരിശോധിച്ചുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഈ പരിശോധനയും ഐസൊലേഷനും ക്വാറന്റൈനും ഒക്കെ നിശ്ചയിച്ചത്. അപ്പൊ ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു രീതിയുണ്ട്. അപ്പൊ അതിനുശേഷം 3 തവണ വീണ്ടും കേരളത്തിൽ നിപ്പ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കേസ് എന്നുള്ള നിലയിൽ വരുമ്പോൾ തന്നെ നമുക്കത് ഇടപെടാനും രോഗിയെ രക്ഷിക്കാനും കൂടുതൽ ആളുകളിലേക്ക് പകരാതെ ശ്രദ്ധിക്കാനും കഴിഞ്ഞു. കാരണം നമ്മുടെ ഹെൽത്ത് സിസ്റ്റം സജ്ജമാണ് അതിന്. അതുകൊണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള ആ സമയത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ നിപ്പയെ പ്രതിരോധിക്കാൻ വേണ്ടി നന്നായിട്ട് ഇടപെട്ടു. ആരോഗ്യവകുപ്പ് അതിന്റെ ഭാഗമായിട്ട് പ്രതിരോധിക്കാനും നമുക്ക് സാധിച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ അന്നത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഈ പേഷ്യന്റിന്റെ കോണ്ടാക്ട് ലിസ്റ്റ് ട്രേസ് ചെയ്യണം, അവരെ ആകെ നല്ല പരിശോധനയിൽ കൊണ്ടുവരണം, കൂടുതൽ ആളുകൾക്ക് പകരാതെ അത് നോക്കാനും പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ. ഇപ്പൊ ഈ വൈറസ് ബാധക്ക്
കൃത്യമായിട്ട് പെട്ടെന്ന് അസുഖം സുഖപ്പെടാനുള്ള മരുന്ന് ഇല്ല എന്ന് തന്നെ പറയാം. പല വൈറസിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ റിബാവിറിൻ പോലുള്ള മരുന്നുകളാണ് നമ്മളന്ന് പ്രയോഗിച്ചത്. അന്നൊരു മോണോക്ലോണൽ ആന്റിബോഡി അത് ഓസ്ട്രേലിയയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അത് കേരളത്തിൽ എത്തിച്ചിരുന്നു, വിമാനമാർഗം എത്തിച്ചിരുന്നു. അന്ന് നമുക്കത് കൂടുതൽ പ്രയോഗിക്കേണ്ടി വന്നില്ല. ICMR അത് സ്റ്റോക്ക് ചെയ്യുകയാണ് നമ്മൾ അന്ന് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ കൂടുതലായിട്ടൊന്ന് ഉപയോഗിച്ചത് റിബാവിറിൻ പോലുള്ള ആന്റി വൈറലുകളായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആശങ്കപ്പെടാതെ, എന്നാൽ ഒട്ടും കൃത്യവിലോപം കാണിക്കാതെ നമുക്ക് ഇതിന്റെ ഈ പേഷ്യന്റിന്റെ കോണ്ടാക്ട് ലിസ്റ്റ് ഒക്കെ ട്രേസ് ചെയ്തുകൊണ്ട് നേരിടാൻ സാധിക്കണം. അതിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. ടീച്ചർ, ആ സമയത്ത് ഇന്നത്തെ ആരോഗ്യമന്ത്രിയായ കെ മുരളീധരൻ നടത്തിയ ഒരു പ്രസ്താവന, ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ആ രീതിയിലുണ്ടായ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. അന്നത്തെ സർക്കാരിനെയും ആരോഗ്യമന്ത്രിയും അടക്കം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രയോഗമായിരുന്നു ഉണ്ടായത്. നാട് മുടിയും എന്നുള്ള പരാമർശിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും അതേ ആള് തന്നെ ആരോഗ്യമന്ത്രി ആവുമ്പോഴാണ് വീണ്ടും ഒരു നിപ്പ രോഗബാധ ഉണ്ടാകുന്നത്. അതില് നമ്മളൊക്കെ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പ്രശ്നങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട്, ഇപ്പം നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഭരിക്കുന്നവര് പ്രശ്നക്കാരായതുകൊണ്ടാണ് ഇപ്പൊ വന്നത് എന്നാണ് അന്ന് മുരളീധരൻ. അതെ അതെ ഉമ്മൻചാണ്ടിയും കർണാടക മുഖ്യമന്ത്രിയായിട്ട് ഈ ഒരു രോഗം ഉണ്ടായിട്ടില്ല, എറണാകുളത്തവര് നാട് ഭരിക്കുമ്പോൾ ഈ ഒരു രോഗം വന്നു. അതെ, അത് നിങ്ങൾ മീഡിയ ഇതൊക്കെ ഓർമ്മിച്ചു വെക്കുന്നത് നല്ലത്. ഞാനതൊന്നും ഇപ്പൊ ഓർമ്മിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ ഏതായാലും അതുപോലെ പറയാൻ തയ്യാറാവുന്നില്ല. ഭരണമൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധികൾ വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പകർച്ചവ്യാധികളെ നേരിടാൻ ഇടപെടേണ്ടത് ഭരണക്കാരാണ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മളെ ജനം കുറ്റപ്പെടുത്തും. അന്ന് നമ്മൾ നിപ്പ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഇടപെട്ട രീതി ലോകം മുഴുവൻ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചിലർ പരിഹസിച്ചെങ്കിലും അമേരിക്കയിലെ ബാൾട്ടിമോർ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുഖ്യമന്ത്രിയോടൊപ്പം എന്നെയും വിളിച്ചിരുന്നു. അവിടെ നിന്നൊരു പലക ഞങ്ങൾക്ക് തന്നപ്പോ ഈ കുപ്പി കഷ്ണം വാങ്ങാനാണോ അവിടെ പോയെന്നൊക്കെ ചോദിച്ചിരുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ്. പക്ഷെ അവിടെ റോബർട്ട് ഗാലോ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ ഇരുന്നു കൊണ്ടാണ് ചർച്ച നടത്തിയത്. നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ അവരോട് സംസാരിച്ചു. മുഖ്യമന്ത്രി എന്നോടാണ് ആവശ്യപ്പെട്ടത്, ആരോഗ്യമന്ത്രി, അത് വിശദീകരിക്കാൻ. അങ്ങനെ ഞാൻ വിശദീകരിച്ചപ്പോൾ ആ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ അഭിനന്ദിച്ചു. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ എന്നാണ് അവർ ചോദിച്ചത്, ടു കണ്ടെയ്ൻ ദി സച്ച് കൈൻഡ് ഓഫ് എ വൈറസ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഒരു ചെറിയ സമയത്തിനുള്ളിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ, അതും ഇത്രയും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എങ്ങനെ സാധിച്ചു എന്നുള്ളത് അവർ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ്, ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും എല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടലാണ്, ജനങ്ങളുടെ സഹകരണമാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അതന്നെയാണ് ശരിയും. അപ്പോ അതാണ്, നമ്മൾ പരാജയപ്പെടരുത്. ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ എന്നുള്ളതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. ഈ ആ സമയത്ത് ഒരു ചെറിയൊരു കാര്യം കൂടി സാന്ദർഭികമായി, ഈ അവസാന ഘട്ടത്തിൽ വന്ന സമയത്ത് നമ്മൾ ഇവിടെ തിരിച്ചറിയുകയും നമുക്കിപ്പോ പരിശോധിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ തിരിച്ചറിയുകയും പിന്നീട് സാമ്പിള് പൂനെയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഈ അവസാന ഘട്ടത്തിലേക്ക് പറഞ്ഞ ഇവിടെ സംവിധാനം ഒരുക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാണ് പൂനെയിലേക്ക് അയക്കുന്നത്? ഇപ്പോഴും അയച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴെങ്കിലും അവർക്കൊരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണെന്ന് തിരിച്ചറിയുമായിരിക്കും അല്ലെ? അതെ 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 അത് അന്ന് പൂനെയിൽ അയച്ചതിനെ കുറിച്ച് അത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോട്ടോകോളാണ്, അവരുടെ ഒരു രീതിയാണ്. കാരണം നമ്മളിവിടെ നമുക്കിപ്പോ ഇവിടെ ഈ ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ലാബുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ പരിശോധിച്ചാലും കൺഫേം ചെയ്യണമെങ്കിൽ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അയക്കണം എന്നുള്ളതാണ് നിബന്ധന ഉണ്ടായിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ തവണ നല്ല ലാബായിരുന്നു മംഗലാപുരത്തെ ലാബ്. അവിടെയുള്ള വൈറോളജിസ്റ്റുകളൊക്കെ നല്ല സമർത്ഥരായിരുന്നു. അവിടുന്ന് മനസ്സിലായിട്ടും എനിക്കന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്നാണ് പ്രഖ്യാപിച്ചത്. നിങ്ങൾ മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കടുപ്പപ്പെട്ട ഒരു വൈറസാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്താണെന്നുള്ളത് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസൾട്ട് വന്നിട്ടേ പറയുന്നു. അതൊരു രീതിയാണ്, അതിന്റെ ഒരു ഗവൺമെന്റിന്റെ ഒരു സംവിധാനമാണ്. അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലാഞ്ഞിട്ടാണ് ഇവിടെ പ്രഖ്യാപിക്കാത്തത്, അങ്ങനെയൊന്നും കളിയാക്കരുത്. കാരണം നമ്മളൊരു കടുത്ത സാഹചര്യത്തെ നേരിടുമ്പം നമ്മുടെ വീഴ്ചയായിട്ട് എന്താ പറയുക? ഇതെല്ലാം അറിഞ്ഞിട്ടും നിഷ്ക്രിയമായിട്ട് നിന്നെങ്കിൽ നമ്മുടെ വീഴ്ചയാണ്. നമ്മൾ നടത്തിയ ഇടപെടലുകൾ അത് അംഗീകരിക്കണ്ടേ? അത് ലോകം അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. അതെ അതെ, എന്നെ ഒരുപാട് കളിയാക്കി, നിപ്പ റാണി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു. പക്ഷെ ഞാനതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം അന്ന് നല്ലൊരു ടീം വർക്ക് ഉണ്ടാക്കാനും അന്ന് നമ്മൾ ഉണ്ടാക്കിയ പ്രോട്ടോകോൾ, അതിന്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതൊക്കെയാണ് ഇന്നും നമ്മൾ ആശ്രയിക്കുന്നത്.
അത് അറിവുള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ അംഗീകാരത്തിന് വേണ്ടിയല്ല ചെയ്തത്, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ കർത്തവ്യം നിർവഹിച്ചതാണ്. പക്ഷെ അന്ന് എല്ലാവരും അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നത് ഇതിൽ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഏതൊരു മീഡിയയിൽ ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു, റിബാവറിൻ ഇല്ല ക്ഷാമം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ചെറുതായിട്ടൊന്ന് ഞാൻ കണ്ടു. അത് ഇങ്ങനെ കൊടുത്തു. ആന്റിവൈറലിന്റെ ക്ഷാമം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം, അത് കൊടുക്കാനും സ്റ്റോക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു പേഷ്യന്റിനെ ഉള്ളൂ, നമുക്കൊരു ആന്റിസിപ്പേഷൻ ഉണ്ടാവണം ഈ കാര്യത്തിൽ. എന്ന് വെച്ചാൽ നമ്മൾ മുൻകൂട്ടി കൂടുതൽ ആളുകൾക്ക് വന്നേക്കാൻ ഇടയുണ്ട്, വരാതിരിക്കട്ടെ. പക്ഷെ നമ്മളെപ്പോഴും കാണേണ്ടത് എന്താ, വരാൻ ഇടയുണ്ട്, അപ്പൊ അതിനു വേണ്ട പ്രിക്കോഷൻ കരുതണം, മുൻകരുതൽ ഉണ്ടാവണം. അങ്ങനെ കരുതിയാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആര് ഭരിക്കുന്നു നോക്കാതെ അന്നത്തെ ഒരു അനുഭവ സമ്പത്തിൽ നിന്ന് ആവശ്യമായ സഹായവും നിർദ്ദേശവും ആവശ്യമാണെങ്കിൽ നൽകും. അതെ അതെ, ഇപ്പം നമ്മളിപ്പോ എല്ലാവരും ഒരുപോലെ നല്ല കഴിവുള്ളവരൊക്കെയാണ്. നമ്മുടെ ഉപദേശവും നിർദ്ദേശവും ഒന്നും വേണ്ട. കാരണം ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ സജ്ജരാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ മുൻ മന്ത്രിയോട് ചോദിക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവർ സജ്ജരാണ് ഉദ്യോഗസ്ഥര്. അവരെ കൃത്യമായിട്ട് നയിച്ചാൽ, അവരെ കൃത്യമായിട്ട് ഒരുക്കത്തിന് സൗകര്യപ്പെടുത്തി കൊടുത്താൽ, അവരുടെ കൂടെ നിന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര്, ആരോഗ്യവകുപ്പ് അതിന് സജ്ജമാണ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ അതിനെ നേരിടണം.